സുഹൃത്തുക്കളെ നമസ്കാരം. സാധാരണയായിട്ട് പണ്ട് മുതലേ കാണുന്നൊരു പ്രവണതയാണ് കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥി പട്ടികകൾ പ്രഖ്യാപിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒടുവിലത്തായി ഇലക്ഷൻ തീയതിയൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞായിരിക്കും സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അതിനൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെയുള്ള സ്ഥാനാർത്ഥി പട്ടിക 48 പേരുടെ ഒരു പട്ടിക ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇത് പതിവില്ലാത്തൊരു കാര്യമാണ്. കോൺഗ്രസ്സിന് ഇത് സാധിക്കും. കാര്യം കോൺഗ്രസ്സുകാർക്ക് തന്നെ മനസ്സിലായി ഇനിയെങ്കിലും ഒന്നിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. കാര്യം പിടിച്ചാൽ കിട്ടാത്ത നിലയിലേക്ക് താഴ്ന്നു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു 48 പേരുടെ ഒരു ലിസ്റ്റ് ഇന്ന് പ്രഖ്യാപിച്ചു. അതിനകത്തെ പ്രമുഖമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MLA വരെയായിരുന്ന ശബരിനാഥനും കോർപ്പറേഷനിലേക്ക് മത്സരിക്കുക. ഇതെല്ലാ കോൺഗ്രസ്സുകാർക്കും ഒരു പാഠമാകേണ്ട ഒരു കാര്യമാണ്. കാര്യം ഒരു പ്രാവശ്യം ഒരു ഉന്നത സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ താഴോട്ട് വരാനായിട്ട് ആർക്കും താല്പര്യമില്ല. അതിലും പിടിച്ച് മേളിലോട്ട് കയറണമെന്നേ ഉള്ളൂ. പക്ഷേ അതിന് വ്യത്യാസമായിട്ട് ശബരിനാഥൻ ഈ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. എല്ലാവരും ഈ ഒരു പാത പിന്തുടർന്നാൽ കോൺഗ്രസ് വളരെ ഏറെ രക്ഷപ്പെടും. ശബരിനാഥൻ മാത്രമല്ലായിരുന്നു, അങ്ങനെയുള്ള പല നേതാക്കളും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇപ്പം മുൻ MLA മാരായിട്ടിരുന്നവർ അവരെയൊക്കെ മത്സരിപ്പിക്കണമായിരുന്നു എന്നായിരുന്നു എൻ്റെ അഭിപ്രായം. പിന്നെ എന്തെങ്കിലുമായിട്ട് കോൺഗ്രസിൻ്റെ കാര്യമാണ്, അവർ തീരുമാനിക്കട്ടെ. ഏതായാലും വളരെ നല്ലൊരു തീരുമാനം എളുപ്പത്തിൽ തന്നെ എടുത്തതിന് കോൺഗ്രസ്സിന് മുരളീധരന്, കാര്യം മുരളീധരന് 3 മാസം മുമ്പേ ചാർജ് കൊടുത്ത കാരണം അദ്ദേഹം അതിൻ്റെ വർക്ക് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇതിനെ എല്ലാവരെയും കൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തി ഇന്ന് 48 പേരുടെ ഒരു പട്ടിക പ്രകാശിപ്പിക്കാനായിട്ട് കഴിഞ്ഞു. കാര്യം 101 സീറ്റ് അവിടെ ഉള്ള കോർപ്പറേഷനിൽ അതിൽ 10 പേരെ ഇപ്പോൾ കോൺഗ്രസ് ഉള്ളൂ. അന്ന് ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കണമെങ്കിൽ ഇതുപോലുള്ളൊരു തീരുമാനം അത്യാവശ്യമായിരുന്നു. അത് കോൺഗ്രസ് ചെയ്തു. ഒരു ബിഗ് സല്യൂട്ട്. ജയ് ഹിന്ദ്.